കേരളത്തിലെ ഉത്സവ കാഴ്ചകൾ കണ്ടുമറന്ന ഗൾഫ് മലയാളിക്ക് കാണാനും ആസ്വദിക്കാനുമായി ഒരു ഉത്സവ പുനരാവിഷ്കാരം ബഹ്റൈനിൽ പാലക്കാട് വേല. കേരളത്തിൽ ഇത് ഉത്സവങ്ങളുടെ കാലം. വർണ്ണമനോഹരമായ വേലയും പൂരവും കൊണ്ട് ഗ്രാമങ്ങളും നഗരങ്ങളും ഉണരുന്ന കാലം. പ്രവാസി മലയാളികൾ എന്നും ഒരു നെടുവീർപ്പിൽ ഒതുക്കുകയും ചെയ്യുന്ന കാലം. എന്നാൽ മലയാള തനിമയുടെ അതിമനോഹര ദൃശ്യചാരുതയോടെ പാലക്കാടൻ കൊയ്ത്തുത്സവം ഈ മരുഭൂമിയിൽ കൊടിയേറിയപ്പോൾ കണ്ടുമറന്ന മുതിർന്നവരും കേട്ടറിവുള്ള കുട്ടികളും ഒരുപോലെ ആസ്വദിച്ചു. നാടിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അതേ അർത്ഥത്തിൽ, അതേ രൂപത്തിൽ, അതേ ഭംഗിയോടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ തനി പാലക്കാടൻ വേല ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ദൃശ്യസമൃദ്ധമായ ഉത്സവങ്ങളുടെയും ആചാര നിറവിന്റെയും നാടാണ് പാലക്കാട്. ഏത് ദേശത്തു പോയി വസിച്ചാലും തന്റെ സംസ്കൃതിയെ ഉപേക്ഷിക്കുവാൻ കഴിയാത്തവരാണ് മലയാളികൾ, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ. ബഹ്റൈനിലെ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ ഇത്തവണ ബഹ്റൈൻ മണ്ണിലേക്ക് പറിച്ചു നട്ടത് പാലക്കാടിന്റെ വേലയും പൂരവും തായമ്പകയും കുമ്മാട്ടി വേലയും ഒക്കെയായിരുന്നു. ഓരോ പാലക്കാട് സ്വദേശിയുടെയും മനസ്സിൽ ഓർമ്മകളുടെ തിരമാലകൾ ഉയർത്തിയ നാട്ടുത്സവത്തിന്റെ ഒരു പുതുഭാഷ്യം. നമ്മളെ സംബന്ധിച്ചോളം പാലക്കാടിന്റെ തനിമ പുലർത്തുന്ന കലാരൂപങ്ങളും ഉത്സവവും ഇവിടെ തനിമയോടെ അവതരിപ്പിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആകാശത്തെ തൊടുന്ന കരിമ്പനകളും ചുരം കടന്നെത്തുന്ന കാറ്റുമില്ല. എന്നാൽ മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റിലും പ്രവാസത്തിന്റെ നൊമ്പരങ്ങളിലും ഇവർ പാലക്കാടിന്റെ സുഹൃതങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. ആ കാറ്റിന്റെ പെരുമയും ചരിത്രവും പുതുതലമുറയ്ക്ക് പകരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പാലക്കാടൻ വേല ഓർഗനൈസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഏപ്രിൽ മെയ് മാസത്തിലെ കേരളത്തിലെ ഉത്സവത്തിൻ്റെ എല്ലാ വേലയും പൂരത്തിൻ്റെയും സീസണാണ്. അപ്പോൾ ഈ സമയത്ത് പലർക്കും നാട്ടിൽ പോയിട്ട് ഈ വേലയും പൂരമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു കേരളൈറ്റ്സിൻ്റെ ഒരു നോസ്റ്റാൾജിക് ഫീലിങ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ റെസ്പോൺസായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വിചാരിച്ചതാണ്. നമ്മുടെ തന്നെ കുട്ടികൾക്ക് പലർക്കും വേലയും പൂരമൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമാണ്. ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു കലാകാരന്റെ കരവിരുതിൽ തീർത്ത നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ വേലയ്ക്ക് കൊടിയേറി. വെളിച്ചപ്പാടിന്റെ വിളിച്ചറിയിപ്പോടു കൂടിയാണ് വേലയ്ക്ക് തുടക്കമായത്. ഞങ്ങൾ 12 മണിക്ക് കാവ് കയറുന്ന ഉദ്ദേശിക്കുന്നത്. കാവ് കയറിയ ശേഷം അവിടെ പിന്നെ കളികളാണ്. അവിടെ കുമ്പക്കളിയും കാവടിയാട്ടം പോരാട്ടം കളികളും എല്ലാം അവിടെ ഉണ്ടായിരിക്കും. 5 മണിക്കാണ് പറയുന്നത്. 5 മണിക്ക് കൊടി ഇറങ്ങും. എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും തെറ്റുകൾ ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം എല്ലാ ചിട്ടകളും അനുസരിച്ചുകൊണ്ട് നീങ്ങുന്നത്. എല്ലാം ബാക്കിയുള്ള ദൈവത്തെ അനുഗ്രഹം വേണം. പാടവരമ്പിലൂടെയും ഗ്രാമാന്തർഭാഗങ്ങളിലൂടെയും നീങ്ങുന്ന ഉത്സവ കാഴ്ചകൾ വെടിക്കെട്ടൊഴികെ കാവുകയറൽ, വേല അറിയിക്കൽ എന്നീ ചടങ്ങുകളോടെ നാടൻ തനിമ ഒട്ടും ചോർന്നു പോകാതെ സിത്രയിലെ ഹോളിഡേ വില്ലയിൽ പുനർജനിച്ചു. നാട്ടിൽ നിന്ന് വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഉത്സവം കണ്ടിട്ട് 2 വർഷം കഴിഞ്ഞു. അത് ഇന്ന് ഞങ്ങൾ ഇവിടെ ബഹ്റൈനിൽ ആദ്യമായിട്ട് കണ്ടു. പുലികളി നമ്മുടെ നാടിന്റെ ഏറ്റവും മനോഹരമായ കലാരൂപങ്ങളിൽ ഒന്നായ ഈ പുലികളിയെ അതേ ഭാവത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഉത്സവത്തിന്റെ സമയത്ത് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും നടക്കാറില്ല. അതിപ്പോൾ ഇവിടെ തന്നെ സംഭവിച്ചു. എഴുന്നള്ളത്തോടൊപ്പം നാടൻ കളികളായ കുംഭകളി, കാവടിയാട്ടം, പുലികളി, കുമ്മാട്ടിവേല, നങ്ങ്യാർ കളി, പൊറാട്ടുകളി, കൂടാതെ നാട്ടിൽ നിന്നെത്തിയ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന
ചെണ്ടമേളവും തായമ്പകയും മേളയ്ക്ക് കൊഴുപ്പേകി. കാർണിവലിനെ അനുസ്മരിപ്പിക്കുന്ന വഴിയോര വാണിഭം, പാലക്കാടൻ ഹൽവ, പൊരി, ഇളനീർ, പനനൊങ്ക് തുടങ്ങിയ വിഭവങ്ങൾ നിരത്തിയ പാലക്കാടൻ ചന്ത, പാലക്കാടൻ രുചിമേള, റിക്കോർഡ് ഡാൻസ്, ആനമയിലൊട്ടകം, വളയമെറിയൽ, ടാട്ടുകളി തുടങ്ങിയ ഗെയിം സ്റ്റാളുകൾ എല്ലാം കൂടി സ്വന്തം കണ്ണുകൾ കൊണ്ട് മറുനാടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പാലക്കാടൻ വേല ഇവിടെയും മഹോത്സവമായി മാറി. നല്ല രസമുണ്ട് ആനയൊക്കെ കാണാൻ. നമ്മുടെ കലാരൂപങ്ങള്, നമ്മുടെ നാട്, നമ്മുടെ മഹത്വം, നമ്മുടെ സംസ്കാരം അതെന്നും നിലനിൽക്കണമെങ്കിൽ ഈ വക കലകളും ഈ വക അനുഷ്ഠാനങ്ങളും ഈ വക ആഘോഷങ്ങളും നിലനിന്നേ പറ്റൂ. മലയാളിയാവണമെങ്കിൽ ഇതൊക്കെ ചേർന്നാലേ മലയാളിയാവും. ഒരു വേല കമ്മിറ്റിയിലെങ്കിലും അംഗമാവാത്ത ഒരു പാലക്കാട്ടുകാരനും ബഹ്റിനിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. പുതിയ ജനറേഷന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് പുതിയ ജനറേഷന് കാണിച്ചു കൊടുക്കാനും എന്താണ് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്, എന്തിനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത്. കേരളത്തിൽ നിന്ന് ഗൾഫിൽ വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ശരിക്കും നാട്ടിൽ നമ്മൾ കൂടുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്, ഗൾഫിലാണെന്ന് തോന്നണില്ല. ഇതിപ്പോൾ നല്ല പ്രയോജനമായി കുട്ടികൾക്കൊക്കെ കാര്യം കാണാനും രസിക്കാനും ഒക്കെ. അടുത്ത കൊല്ലം ഇതിനേക്കാളും വിജയകരമായ രീതിയിൽ പാലക്കാട് നിന്നുള്ള ഗംഭീരമാക്കാനും പാലക്കാട് അസോസിയേഷന്റെ വേല എന്നുള്ളത് ഒരു സിഗ്നേച്ചർ ഇവന്റ് ആക്കാനും ഫാക്ടറിയുടെ ഉദ്ദേശമുണ്ട്. സംഘാടകർ പറഞ്ഞതുപോലെ വരും വർഷങ്ങളിലും ഈ ഉത്സവ കാഴ്ചകൾ പുതിയ തലമുറകളിലേക്ക് പകരുവാൻ ഈ പാലക്കാടൻ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.